ഹലോ, നമ്മൾ നാലാമത്തെ ചോദ്യം, അതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഭാഗം. ഓക്സിഡേഷൻ നമ്പർ കാണുന്നതാണ്. അതിൽ അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം Al2O3 എന്ന സംയുക്തത്തിൽ. അപ്പോൾ ഒരു സംയുക്തത്തിൽ എപ്പോഴും ആകെ ഓക്സിഡേഷൻ നമ്പർ 0 വരിക, അത് മനസ്സിലാക്കുക. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അത് ചോദ്യത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാതെ അറിയണം. അപ്പോൾ ഓക്സിജൻ ആകെ 3 ഓക്സിജൻ ആറ്റുണ്ട്. 3 × -2 -6 വരും. അപ്പോൾ ഇവിടെ അലൂമിനിയത്തിന് 2 ആറ്റുണ്ട്. ഈ 2 അലൂമിനിയത്തിൻ്റെ ആറ്റത്തിനും കൂടി +6 വരണം. കാരണം ഈ +6ഉം -6ഉം കൂട്ടിയാൽ നമുക്ക് ആകെ 0 കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ഈ +6 2 അലൂമിനിയത്തിൻ്റെ ആറ്റത്തിനും കൂടി വരണം. അപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ആറ്റത്തിന് എത്ര വരിക? +3. ഒരു അലൂമിനിയത്തിൻ്റെ ആറ്റത്തിൻ്റെതാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ Al2O3 എന്ന സംയുക്തത്തിൽ അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് +3 ആണ്. ഓക്സിജൻ്റെ -2 ആണ്. ഇനി ഡൗട്ടുള്ളവർക്ക് ഈ 3നെ -2 കൊണ്ട് ഗുണിച്ചാൽ -6, ഈ 2നെ +3 കൊണ്ട് ഗുണിച്ചാൽ +6, +6ഉം -6ഉം കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ സംയുക്തത്തിന് മൊത്തത്തിൽ 0. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാണ് കിട്ടുക? ഇതാ +3 ആണ് അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ. ഇനി AlCl3 എന്ന സംയുക്തത്തിൽ അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ക്ലോറിൻ്റെത് -1 ആണ്. 3നെ -1 കൊണ്ട് ഗുണിച്ചാൽ -3 കിട്ടും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ അലൂമിനിയത്തിന് +3 കിട്ടണം. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഇവിടെ അലൂമിനിയത്തിന് ആകെ +3. ഇവിടെ ഒരു അലൂമിനിയം ആറ്റേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു അലൂമിനിയം ആറ്റത്തിനും എത്രയാണ്? +3 ആണ് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കേസിലും അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് +3 ആണ്. +3. ക്ലോറിന് -1. ഇനി സംശയമുള്ളവർക്ക് 3നെ -1 കൊണ്ട് ഗുണിച്ചാൽ -3. ഇവിടെ 1 ഉണ്ടാവുക, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ 1നെ +3 കൊണ്ട് ഗുണിച്ചാൽ +3. +3ഉം -3ഉം കൂട്ടിയാൽ 0. റെഡി? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത്, അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എത്രയാണ്? +3 ആണ്. എത്ര കിട്ടുക? +3 ആണ്. റെഡി? ഇനി ക്രോമിയത്തിൻ്റെ കേസുകളാണ്. അതിൽ ആദ്യം K2Cr2O7. ഇതിൽ എത്രയാണ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ഇത് ചോദ്യം. അപ്പോൾ ഇതാണ് ക്രോമിയം. ഓക്കെ. അപ്പോൾ ഓക്സിജൻ -2 ആണ്. 7 × -2 -14 ആണ്. ഇവിടെ പൊട്ടാസ്യം 2 ആറ്റുണ്ട്. പൊട്ടാസ്യത്തിന് +1 ആണ് വരിക. 2 പൊട്ടാസ്യത്തിനും കൂടി വരുന്നത് 2 × +1 +2 കിട്ടും. +2ഉം -14ഉം കൂട്ടിയാൽ നമുക്ക് -12 ആണ് വരിക. ഈ -12ലേക്ക് എത്ര കൂട്ടിയാലാണ് 0 ആകുക? +12 കൂട്ടണം. അപ്പോൾ 0 ആവും. ഓക്കെ. അപ്പോൾ ക്രോമിയത്തിന് ആകെ +12 കിട്ടണം, എന്നാലേ ഇത് മൊത്തത്തിൽ 0 ആവുള്ളൂ. അപ്പോൾ 2 ക്രോമിയാറ്റുണ്ട്. അപ്പോൾ ഒരു ക്രോമിയാറ്റത്തിന് +6 ആണ് വരിക. എത്രയാണ് വരിക? +6. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇപ്പോൾ K2Cr2O7, ഓക്സിജന് -2, പൊട്ടാസ്യത്തിന് +1. ഇത് നമുക്ക് അറിയണം, അല്ലെങ്കിൽ ചോദ്യത്തിലുണ്ടാവും. അതുകൊണ്ട് ക്രോമിയത്തിന് +6. ഓക്കെ. ഇനി സംശയമുള്ളവർക്ക് ഗുണിച്ച് നോക്കുക. 7നെ -2 കൊണ്ട് ഗുണിച്ചാൽ -14, 2നെ +1 കൊണ്ട് ഗുണിച്ചാൽ +2, ഈ 2നെ +6 കൊണ്ട് ഗുണിച്ചാൽ +12. അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഇവിടുത്തെ ഉത്തരം K2Cr2O7ൽ ക്രോമിയത്തിൻ്റെ ഓക്സീകരണാവസ്ഥ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. എത്രയാണ്? +6 ആണ്. ഓക്കെ. ഇനി അടുത്ത ക്രോമിയത്തിൻ്റെത് KCrO3 ആണ്. ഇതിലെത്രയാണ് ഈ ക്രോമിയത്തിൻ്റെ ഓക്സീകരണ നമ്പർ എന്നാണ്. അപ്പോൾ ഓക്സിജന് നമുക്കറിയാം -2 ആണ്. 3 × -2 -6. പൊട്ടാസ്യം ഇവിടെ ഒരാളേ ഉള്ളൂ. പൊട്ടാസ്യത്തിന് +1 ആണ്. ഇവിടെ +1 വരും. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് കിട്ടുക -5 ആണ്. ഈ -5നെ 0 ആക്കണമെങ്കിൽ +5 കൊണ്ട് കൂട്ടണം. അപ്പം ഇവിടെ ആകെ +5 വരും.
ഒരു ക്രോമിയാറ്റേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ആ ക്രോമിയത്തിൻ്റെത് +5 വരും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക KCrO3 ക്രോമിയത്തിന് കിട്ടുന്ന എത്രയാണ്? +5 ആണ്. എത്രയാണ് കിട്ടുക? +5. KCrO3 +5 ആണ് ക്രോമിയം. ഓക്സിജൻ -2, പൊട്ടാസ്യം +1. സംശയമുള്ളവർക്ക് നോക്കാം. 3 × -2 -2 -6, 1 × +1 +1, 1 × +5 +5. ഇത് 3 കൂട്ടിയാൽ ഉത്തരം 0. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം KCrO3 ക്രോമിയത്തിൻ്റെ ഓക്സീകരണ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. ഓക്കെ.